ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇന്നു മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിരിക്കുന്നു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഉയർത്തിയ ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് ആരോപണം. സന്തന സാജുവാണ് ചേരുന്നത്. സന്തന, ഒരു വിഭാഗം സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും കൂടുതൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണോ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ? എന്താണ് ഇവരുടെ നീക്കങ്ങൾ? നിരാഹാര സമരത്തിലേക്ക് ഉൾപ്പെടെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ ഇപ്പോൾ? വിനിത, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ സമരം ശക്തമാക്കുകയാണ്. ഇന്ന് മുതൽക്ക് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തും. അല്പസമയത്തിനകം തന്നെ മാനവീയത്തിൽ നിന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്നുള്ള കാര്യമാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ ദിവസം ഇന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 21 മുതലായിരുന്നു ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അവരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പക്ഷേ അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ വ്യത്യസ്ത ഓൺലൈൻ ആപ്പുകൾ അതിന്റെ പ്രതിനിധികൾ ഈ ഡ്രൈവർമാരെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ഉണ്ടായത്. ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം ഊബർ ഒഴിച്ച് ബാക്കിയുള്ള ഓൺലൈൻ ആപ്പുകളൊക്കെ തന്നെയും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ ഭാഗികമായി സമരം അവസാനിച്ചിരുന്നു. ഊബർ ആപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സമരം നിലനിന്നിരുന്നത്. മറ്റ് ആപ്പുകളൊക്കെ തന്നെയും ഇവരുടെ ആവശ്യം അംഗീകരിച്ചതോടുകൂടി തന്നെ മറ്റ് ആപ്പുകളിൽ ഇവർ ഓടാനും തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളൊക്കെ വാക്കാൽ അംഗീകരിച്ചതല്ലാതെ ഇത് ആപ്പിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കരണം കൊണ്ടുവരികയോ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രവുമല്ല, ഇത്രയും ദിവസമായി ഇവർ സമരം തുടങ്ങിയിട്ട് ഇതുവരെയും സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ വിളിക്കുകയോ ഇവരുമായോ അല്ലെങ്കിൽ ഈ ആപ്പിന്റെ പ്രതിനിധികളുമായോ ചർച്ച നടത്താൻ സർക്കാർ ഇതുവരെയും തയ്യാറായില്ല എന്നും ഈ ടാക്സി ഡ്രൈവർമാർ അറിയിക്കുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെയാണ് എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്തരത്തിലൊരു നിരാഹാര സമരത്തിലേക്ക് പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുന്നത്. അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം നടത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ അടിയന്തരമായി ഇടപെടണം. കാരണം ഈ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ തന്നെയും ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടുള്ള CC അടയ്ക്കുന്നതിലടക്കം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഊബറിലൊക്കെയാണ് ഏറ്റവും അധികം ഈ ഓട്ടം ആളുകൾക്ക് ഓൺലൈനായി കിട്ടുന്നത്. അപ്പോൾ മറ്റ് ആപ്പുകളിൽ കൂടി കിട്ടിയിട്ട് കാര്യമില്ല. ഊബറിനടക്കമുള്ള ആപ്പുകളുമായി ചർച്ച നടത്തി മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് വിനിത ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി സാന്ത്വന, അവരുടെ സമരം തുടങ്ങുന്ന മുറയ്ക്ക് പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് എത്തണം.